ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി. ഇറ്റ്സ് മീ മൈ റിയാദിയ. അപ്പം ഞാൻ ഇന്ന് അണിഞ്ഞൊരുങ്ങി ഹോട്ടലിരുന്ന് എവിടെ പോവാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതേടാ, ഞാൻ വേറെ എവിടേക്കുമല്ല, തൃശ്ശൂർ വരെ പോവാം കേട്ടോ. ഞാനേ ഇവിടെ അമ്മ വീട്ടിലായതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതിന് കുറച്ച് പരിമിതി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തിങ്ങനെ. പിന്നെ ഓട്ടോയിൽ തൃശ്ശൂർ വരെ പോകണമെന്ന് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിച്ചു അല്ല കേട്ടോ. ഞാൻ തൃശ്ശൂർ വരെ ഓട്ടോയിലൊന്നല്ല, ഞാൻ ട്രെയിനിലാണ് കേട്ടോ പോണേ. അപ്പോൾ അതാ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞാനിവിടെ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തിനാ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? ഞാൻ അത് വഴിയേ പറയാം കേട്ടോ. അപ്പോൾ അതാ 10:45 ഷൊർണൂർക്കുള്ള ട്രെയിൻ അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഷൊർണൂർക്കുള്ള ട്രെയിനും വെയിറ്റ് ചെയ്ത് ഇവിടെ അങ്ങനെ സ്റ്റേഷനിൽ ഇരിക്കും. സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ കഴിക്കാത്തതിനൊന്നല്ല, ലേസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ലേസ് അഡിക്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലേസ് വാങ്ങിട്ട് വരാം. അതിന് ഈ സ്റ്റെപ്പ് കയറി ഇപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം 2 എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. ഞാൻ തിരിച്ച് പ്ലാറ്റ്ഫോം 1 കടകളുള്ളത്. അങ്ങോട്ട് പോവാം. ഇതൊക്കെ ഞാൻ പ്ലാറ്റ്ഫോമിന് മുകളിൽ കൂടെ ചുമ്മാ ഈ പറഞ്ഞ പോലെ ലേസ് വാങ്ങാൻ പോണ വഴിക്ക് എടുത്ത ക്ലിപ്സാട്ടോ. വാങ്ങിയ ക്ലിപ്സ് നല്ല കേട്ടോ, എടുത്ത ക്ലിപ്സാണ്. ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒരു ലിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമാണെന്ന് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട്. എന്തോരം കിതപ്പാന്നറിയോ ഞാൻ കിതയ്ക്കുന്നത്. അപ്പോൾ അവിടെ പോയി ലേസ് വാങ്ങി കൊടുത്ത് ഞാൻ സമൂസയും കൂടെ വാങ്ങിട്ടോ. എന്നിട്ട് തിരിച്ച് പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നിരുന്നിട്ടാട്ടോ സമൂസ കഴിക്കണേ. പിന്നെ പറയാൻ വിട്ടുപോയി, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ പോകുന്നത്, അമ്മയുണ്ട്. അമ്മയ്ക്കാട്ടോ ഞാനിപ്പോൾ ഈ സമൂസ കൊടുക്കുന്നത്. എനിക്കെന്തോ ഒരു വായ കഴിച്ചപ്പോഴേക്കും മതി. സമൂസ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എനിക്ക് ആ കഴിക്കാനുള്ള ക്യൂരിയോസിറ്റിയോ ആഗ്രഹം എന്താ ക്രേവ്സ് അതൊക്കെ പോയി. അത് കഴിഞ്ഞതാ ട്രെയിൻ വന്നു. നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ട്രെയിൻ വരുന്ന സമയത്ത് ഇങ്ങനെ ക്യാമറ ഓണാക്കി പിടിച്ച് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ 100 ചിന്തകളാണ് കേട്ടോ ഓടിക്കൊണ്ടിരുന്നത്. അവരാരെങ്കിലും എന്നെ കുറ്റം പറയുമോ, കളിയാക്കുമോ, ചീത്ത പറയുമോ, അങ്ങനെയൊക്കെ കുറേ ടെൻഷനുകൾ. ഞാൻ ഇങ്ങനെ പൊതുവേ എൻ്റെ തീരുമാനങ്ങളിൽ അനുസരിച്ച് ജീവിക്കാൻ, മറ്റുള്ളവരെ ജീവിക്കൊള്ളണമെന്ന് അത്രമാത്രം ആഗ്രഹമില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോടെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും ചില സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നി പോട്ടോ, ചില സമയത്ത് മാത്രം. അങ്ങനെയൊക്കെ തോന്നിയാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അത് കഴിഞ്ഞത് ആ ട്രെയിനിൽ കയറി ഷൊർണൂർ എത്തിയിട്ടുണ്ട്. ഷൊർണൂർ എത്തിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ, കാരണം ഈ ട്രെയിൻ തന്നെയാണ് കേട്ടോ തൃശ്ശൂർക്ക് പോകുന്നത്. അപ്പോൾ അവിടെ 12:05 വരെ അതിലിരുന്നാൽ മതിയേ. അപ്പോൾ ഷൊർണൂരെത്തി. ഷൊർണൂരിൽ നിന്ന് ഏകദേശം കുറച്ച് ടൈമുണ്ട് ഇവിടുന്ന് എടുക്കാൻ. ട്രെയിൻ മാറിക്കേണ്ട ആവശ്യമില്ല. തൃശ്ശൂർക്ക് ഇതേ ട്രെയിൻ തന്നെ പോകും. 12:05 എടുക്കുക. ഏകദേശം 11:30 കഴിഞ്ഞു. 3/4 മണിക്കൂർ കൊണ്ട് എത്തി ഷൊർണൂർ. നമുക്ക് തൃശ്ശൂർ എത്തിയിട്ട് കാണാം. എനിക്ക് ആക്ച്വലി ഇങ്ങനെ വ്ലോഗ് എടുക്കാൻ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര മടിയാവുന്നുണ്ട്. എന്തെങ്കിലും ഇല്ലാത്തൊരു ഓക്വേർഡ് ഫീൽ. ഇത് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് കയറി. പക്ഷേ ഇവിടുന്ന് ഒരു പാസേജില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പം ജനറലിൻ്റെ അവസാനമായതുകൊണ്ടായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ഞാൻ തൃശ്ശൂർ എത്തിയിട്ട് കാണാം. ഞാൻ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ച ഒരു ലേസും കഴിച്ചു, അങ്ങനെ വെള്ളം കുടിച്ച് പിന്നെ ഫോണും കൊണ്ടിരിക്കുക. ഇതിലെ ചാർജർ തീർക്കരുത്, അതാണ് മെയിൻ ലക്ഷ്യം. മറ്റേ ഫോണിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിൽ എനിക്ക് സിം ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ റീചാർജ് കഴിഞ്ഞു. അപ്പം ഇനി അതും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൽ കാണും വേണം, വീഡിയോ എടുക്കും വേണം, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മടിയുണ്ട്, എല്ലാം കൂടെ അങ്ങനെ. അപ്പം എന്തായാലും നമുക്ക് തൃശ്ശൂരെത്തിയിട്ട് കാണാം. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം എനിക്ക് ഇപ്പോഴാണ് സൈഡ് സീറ്റ് കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം. ഇതാ ആ ബാഗ് വെച്ചിരിക്കുന്നത്, അതാ ഈ സീറ്റ് കിട്ടി. എപ്പോഴാണ് കിട്ടിയത്? ഇവിടെ കുറച്ച് നേരം എനിക്ക് ഇങ്ങനെ നിൽക്കാൻ ഇഷ്ടം. ഇത്ര നേരം ഇവിടെ ആൾക്കാരായിരുന്നു, എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. അപ്പം ഇനി നമുക്ക് നിൽക്കാം. സംഭവം നിങ്ങൾ വിചാരിക്കണ്ടോ, ഷൊർണൂർ കഴിഞ്ഞ് തൃശ്ശൂരൊക്കെയാണ്. സത്യം പറഞ്ഞാൽ തൃശ്ശൂരൊക്കെയില്ല. ഇവിടെ ഉണ്ട്. ഇപ്പോഴാണ് ട്രെയിൻ എടുക്കുക. 12:47 ആയപ്പോഴാണ് ഷൊർണൂരിന് ട്രെയിൻ എടുക്കുന്നത്. ഏകദേശം 3/4 മണിക്കൂർ ലേറ്റായി. എനിക്ക് മൂപ്പാടുള്ളതുണ്ട്, മടുക്കും. അങ്ങനെ നമ്മൾ ഷൊർണൂർ ടാറ്റ ബൈ സീ യു പറഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർക്ക് വണ്ടി വിടുവാണ്. ട്രെയിൻ യാത്ര സംഭവം സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഏറ്റവും കംഫർട്ടബിളാണ്. എനിക്ക് KSRTCയിലൊക്കെ പോകുന്നതിൽ ഏറ്റവും ഇഷ്ടം ട്രെയിനിൽ പോവാം. കാരണം നമുക്ക് കുറച്ച് പെട്ടെന്ന് എത്തും, കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് എത്തും. പിന്നെ അതേപോലെ നമുക്ക് അത്രയും എന്താ പറയുക, മടുപ്പും ഒരു ക്ഷീണവും തോന്നിയില്ല. നമുക്ക് ഇപ്പോൾ ഒന്ന് എണീച്ച് നിൽക്കാൻ തോന്നി എണീച്ച് നിൽക്കാം, അങ്ങനെ നമുക്ക് സൗകര്യങ്ങളുണ്ടല്ലോ. പക്ഷേ ബസ്സിൽ അതല്ല അവസ്ഥ. പക്ഷെ ചില സമയത്ത് ഈ ട്രെയിനിന് ഒടുക്കത്തൊരു ലേറ്റ് ഉണ്ട്, അതാണ് സഹിക്കാത്തത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ ഷൊർണൂരിൽ വിട്ടപ്പോൾ തുടങ്ങിയ അടുത്ത ക്ലിപ്പുകളാണ്. ഞാൻ പറഞ്ഞല്ലോ സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സൈഡ് സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ മാക്സിമം മുതലാക്കി. പിന്നെ ഇത് ഞാൻ ഡോറിൻ്റെ അവിടെ പോയി നിന്ന് എടുത്തതാണ് കേട്ടോ. എന്ത് രസമായിരുന്നു എന്നറിയോ സീനറി കാണാൻ.
സത്യമായിട്ടും ആ പുഴ അതിനോട് ചേർന്നിട്ടുള്ള ഈ മുളങ്കാടും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ ഒക്കെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പോയി എടുക്കാനും കാരണം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമല്ലോ എന്നുള്ളതിൽ. നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമാട്ടോ. ഒന്നാമത് ട്രെയിൻ, സത്യം പറയട്ടെ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നതും ബസ്സിൽ യാത്ര ചെയ്യുന്നതും നമ്മൾ സീനറിയിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ട്രെയിനിൽ ഇങ്ങനെ നമുക്ക് കണ്ടുപോകുന്ന കാഴ്ചകൾ നല്ല വൈബായിരിക്കും ബസ്സിനെക്കാട്ടുമൊക്കെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കഥ പറഞ്ഞ് തൃശ്ശൂർ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഏറ്റവും മൂലയ്ക്കുള്ള പ്ലാറ്റ്ഫോമിലാട്ടോ കൊണ്ടേ നിർത്തിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം പോയത് എന്താ പറയുക, ക്യൂൻസ് എന്ന് പറഞ്ഞ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആ ഭാഗത്തുള്ള ഷോപ്പ്. എനിക്ക് കറക്റ്റ് സ്ഥലം പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് മെറ്റീരിയലിനുള്ള ലൈനിങ്ങും ഷോൾ പീസും നോക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് മെറ്റീരിയലിനുള്ള ലൈനിങ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഷോൾ നോക്കാൻ വേണ്ടി അവർ തന്നെ പറഞ്ഞൊരു കടയുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് കോട്ടയം ബസാർ എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി. അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ഞാൻ ഷോൾ ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത് ഞാൻ ഓവുങ്കൽ എന്ന് പറഞ്ഞ ഒരു ആയുർവേദ ഷോപ്പിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറേ സാധനം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഒരു കൊട്ട നിറച്ച് സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ മെയിൻ ആവശ്യം. ഇനി നമ്മുടെ മെയിൻ ആവശ്യമാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. ഇത് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഫാത്തിമ നഗറിലുള്ളൊരു ബൊട്ടീക്കാണ്. ഇത് അമ്മയുടെ ചേച്ചി, അതായത് എൻ്റെ വലിയമ്മ ചെയ്യുന്ന ഷോപ്പാണ്. സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ കറക്റ്റ് ഷേപ്പിന് ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതേപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണോ തൃശ്ശൂർ വരെ വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു തരത്തിൽ അതേന്ന് പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ പൊതുവേ ഞാൻ പിന്നെ ഡ്രസ്സ് തയ്ച്ചിടുന്ന കൂട്ടത്തില്ല. എനിക്ക് റെഡിമെയ്ഡ് വാങ്ങുന്നതിന് ഇഷ്ടം തയ്ച്ചിടാനാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഒരുമിച്ച് കൂട്ടി വെച്ച് ഇവിടെ വന്ന് കുട്ടയെ കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 3 മെറ്റീരിയലാണ് കൊടുക്കാനുള്ളത്. മുമ്പ് കൊടുത്ത ഒരു 2-3 മെറ്റീരിയൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടെ തയ്ച്ച് ഇട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഓവെങ്കിലായിരുന്നു അടുത്ത മെയിൻ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ ആയുർവേദ കട ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് കൊടുക്കാനുണ്ടായിരുന്ന മെറ്റീരിയൽ. ഇതിൽ ഫ്രോക്ക് അതേപോലെ കുർത്തകളും ആട്ടോ മെയിനായിട്ടുണ്ടായത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് ഞാൻ 5:30 ട്രെയിനിൽ വന്ന് കയറിയിരിക്കുക കേട്ടോ ഷൊർണൂർക്കുള്ളത്. അപ്പോൾ ഇത് എടുക്കണം 5:30 ഞാൻ 5 മണിയായപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ല, എൻ്റെ മുഖമൊക്കെ പോയതിന് വെച്ച് നല്ല പോലെ തളർന്ന് മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിന് ടാറ്റ് ബൈ ഒക്കെ കൊടുത്ത് നമ്മൾ തിരിച്ച് പോവുക. ഇനി തുണിയൊക്കെ വാങ്ങുന്ന സമയത്ത് പിന്നെ കുറച്ച് പർച്ചേസ് ഉള്ള സമയത്ത് നമുക്ക് തൃശ്ശൂർക്ക് വരാം കേട്ടോ. ഇനി എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ട്രെയിനൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ വയ്യ എന്ന് പറഞ്ഞാൽ നല്ല മൈഗ്രെയിനൊക്കെ കൂടി നല്ല സീനായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കുറച്ച് ഡിലേയും കാര്യങ്ങളും ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ടിട്ട് ഷൊർണൂരിൽ നിന്ന് മാറി കയറേണ്ട കണക്ഷനൊക്കെ പോയി. അപ്പോൾ എല്ലാം കൂടി അപ്പോൾ എനിക്ക് ആകെ ഭ്രാന്തടിച്ചിട്ട് എനിക്ക് ബാക്കി വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ പോയി കുളിക്കണം. കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം. കാരണം രാവിലെ തുടങ്ങി ആകെ ഒരു ചിക്കൻ റോൾമേ ഞാൻ നിൽക്കുന്നത്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിയില്ല. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്ത വോയിസിന് എന്തോ അപ്പോൾ അത് പറ്റി വോയിസ് ക്ലിയർ ആയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് വയ്ക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാ ബൈ, സീ യു.